ഫ്ലാഷ് ബാക്ക് തുടരുന്നു. വാൾട്ടർ പിടിഞ്ഞെഴുന്നേറ്റ് മാഗിയെ കോരിയെടുക്കുമ്പോഴേക്കും മഴ ചാറി തുടങ്ങിയിരുന്നു. അയാൾ വേച്ച് വീണുപോയി. കൈയനങ്ങിയപ്പോഴെല്ലാം തോളിൽ ആ വെടിയുണ്ട എല്ലുമായി ഉരയുന്നുണ്ട്. അസഹ്യമായ വേദന കൊണ്ട് അയാൾ പൊളഞ്ഞു. നോക്കി നിൽക്കുമ്പോൾ തന്നെ മലവെള്ളം പാഞ്ഞിറങ്ങി വരുന്നു. വാൾട്ടർ തല കുടഞ്ഞ് വെള്ളം തെറിപ്പിച്ച് കളഞ്ഞുകൊണ്ട് വീണ്ടും മാഗിയെ താങ്ങിയെടുത്തു. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. തൻ്റെ ട്രക്ക് ഇനി എടുക്കാനാകില്ല. വഴിയടഞ്ഞാണ് മിൽട്ടൺ വന്ന വണ്ടി കിടക്കുന്നത്. വാൾട്ടർ ഷെവർലെയുടെ ഡോർ തുറന്ന് മാഗിയെ സീറ്റിലേക്ക് ചാരിക്കിടത്തിയപ്പോൾ അവൾ അവൻ്റെ കൈത്തണ്ടയിൽ ഇറുക്കിപ്പിടിച്ചു. നിനക്കൊന്നും സംഭവിക്കില്ല മാഗി, ഞാനല്ലേ പറയുന്നത്. അയാൾ അവളെ പിന്നോട്ട് ചായച്ചു കിടത്തിയപ്പോൾ തളർന്ന് അവളുടെ ദേഹത്തേക്ക് അമർന്നു. അവളുടെ തേങ്ങൽ, ചൂട് നിശ്വാസം എല്ലാം അനുഭവിച്ച് അയാൾ ഒരു നിമിഷം അങ്ങനെ തന്നെ കിടന്നു. ഒന്നും സംഭവിക്കില്ല നിനക്ക്, അയാൾ വീണ്ടും മന്ത്രിച്ചു. ഒരു കത്തിയുണ്ട് പോക്കറ്റിൽ. തോളിലെ വെടിയുണ്ട നീക്കം ചെയ്യാനായി അയാൾ വ്യഗ്രതയോടെ പോക്കറ്റിൽ പരതി. പക്ഷേ വേണ്ട, ഇനി വൈകുന്ന ഓരോ നിമിഷവും മാഗിയുടെ ജീവൻ അപകടത്തിലാണ്. അയാൾ അപ്പുറത്തെത്തി ഡ്രൈവിംഗ് സീറ്റിൽ കടന്നിരുന്നതും എന്തോ ഓർമ്മ വന്നു. തിടുക്കത്തിൽ വെളിയിലിറങ്ങി ഓടി തൻ്റെ ട്രക്കിനരികിലെത്തിയ അയാൾ അതിനുള്ളിൽ നിന്നും ഒരു തുകൽ സഞ്ചി വലിച്ചെടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തി ഷെവർലെ സ്റ്റാർട്ട് ചെയ്തു. വന്ന വഴി മുഴുവനും റിവേഴ്സ് പോകേണ്ടി വരും. റോഡ് തീരെ ഇടുങ്ങിയതാണ്. പോരാത്തതിന് മഴവെള്ളം കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും കാണാനാവുന്നില്ല. പക്ഷെ അതൊന്നും വാൾട്ടർക്ക് ഒരു പ്രശ്നമായി തോന്നിയില്ല. അയാൾ പല്ലുകൾ ഞെരിച്ചമർത്തിക്കൊണ്ട് ആക്സിലേറ്ററിൽ ചവിട്ടിത്താഴ്ത്തി. ഒടുവിൽ വണ്ടി തിരിക്കാനൊരു അവസരം കിട്ടിയതും ഹാൻഡ് ബ്രേക്ക് വലിച്ചുയർത്തിക്കൊണ്ട് അയാൾ ഒരു ഭ്രാന്തനെ പോലെ സ്റ്റിയറിംഗ് തിരിച്ചു. പിന്നീടൊരു കുതിപ്പായിരുന്നു. വണ്ടിയുടെ മുൻഭാഗം ഉയർന്നു താണു. വഴിയിലുണ്ടായിരുന്ന യാതൊന്നും ആ ട്രക്കിന് തടസ്സമായിരുന്നില്ല. മെയിൻ റോഡിലെത്തിയതും യാതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ ന്യൂ ഓർലാൻഡ്സിലേക്ക് തിരിഞ്ഞു. ഇയാളുടെ വരവ് കണ്ട് ഹൈവേയിലൂടെ പാഞ്ഞു വന്നിരുന്ന കാറുകൾ പലതും ബ്രേക്ക് ചെയ്ത് മഴവെള്ളത്തിൽ തെന്നി നിരങ്ങി കൂട്ടിയിടിച്ചു. പക്ഷേ വാൾട്ടർ അതൊന്നും കണ്ടില്ല. അയാൾക്ക് ആകെ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ലൂസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ, ന്യൂ ഓർലാൻഡ്സ്. താൻ പോകുന്ന വഴിയിൽ ആദ്യം കാണാൻ സാധ്യതയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഏതാണ്ട് 20 മിനിറ്റിനുള്ളിൽ തന്നെ ദൂരെ കാഷ്വാലിറ്റി എന്ന ബോർഡ് കണ്ടപ്പോൾ അയാൾ തിരിഞ്ഞ് മാഗിയെ നോക്കി. സി, നമ്മളിത് എത്തിക്കഴിഞ്ഞു മാഗി, വിട്ടുപോകല്ലേ നീ, പ്ലീസ്. അയാൾ സ്റ്റിയറിംഗിൽ നിന്ന് വിട്ട് അവരുടെ മുഖത്ത് തൊടാനൊന്ന് ആഞ്ഞതും വണ്ടി ഒന്ന് പാളി. ഒരു കൈ കൊണ്ട് ഇത്ര വേഗത്തിലുള്ള ഈ ഡ്രൈവിംഗ് അപകടമാണ്. അയാൾ ആ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്കുള്ള സർവീസ് റോഡിൽ പ്രവേശിച്ചു. ആ നിമിഷം തന്നെ വണ്ടിക്കുള്ളിൽ ഒരു ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. വാൾട്ടർ പക്ഷെ അത് ശ്രദ്ധിച്ചതേയില്ല. എന്നാൽ ഗിയർ മാറ്റാനായി ശ്രമിച്ചപ്പോഴാണ് അയാളത് കണ്ടത്. ഡാഷ്ബോർഡിൽ പല്ലിളിച്ച് ചിരിക്കുന്ന റോഡ്രിഗോ ലൂയിസിൻ്റെ മുഖം. മിസ്റ്റർ ലൂയിസ് കോളിംഗ്. വിൽസിൻ്റെ ഫോണാണ്. അപ്പോഴേക്കും വണ്ടി കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ആ ഫോൺ കടന്നെടുത്ത് പുറത്തേക്ക് ചാടിയിറങ്ങിയ വാൾട്ടർ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ ജീവനക്കാരുടെ ശ്രദ്ധ ആകർഷിച്ചു. ഗൺഷോട്ട്, ഗൺഷോട്ട്, ഷീ ഈസ് എ പോലീസ് ഓഫീസർ. അയാൾ ഉള്ളിലേക്ക് മാഗിയെ ചൂണ്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ സ്ട്രെച്ചർ തള്ളിക്കൊണ്ട് ഒരു കൂട്ടം പാരാമെഡിക്സ് സ്ഥലത്തെത്തി. മാഗിയെ സൂക്ഷിച്ച് താങ്ങിയെടുത്ത് പുറത്തെത്തിച്ചു കഴിഞ്ഞു. സാർ, നിങ്ങളും ബ്ലീഡിംഗ് ആണല്ലോ, നിങ്ങൾക്കും വെടിയേറ്റിട്ടുണ്ടോ? ഒരാൾ വാൾട്ടറുടെ അരികിലേക്ക് ഓടിയെത്തി. എന്നാൽ അയാളെ പതിയെ തള്ളി അകറ്റിക്കൊണ്ട് വാൾട്ടർ ഫോൺ അറ്റൻഡ് ചെയ്തു. നീ എവിടെ വിൽസൺ? എത്ര നേരമായി വിളിക്കുന്നു? അപ്പുറത്തു നിന്നും ആ വൃദ്ധസ്വരം കേട്ടതും വാൾട്ടറുടെ മുഖം വരിഞ്ഞു മുറുകി. അയാൾ ഒന്നും മിണ്ടാതെ റോഡ്രിഗോയുടെ അടുത്ത വാക്കുകൾക്കായി കാതോർത്തു. എല്ലാം കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് വരൂ. നമ്മുടെ സ്റ്റീവ് ആ സ്ട്രൈഡറെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിനക്ക് അയാളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ്. വാൾട്ടർ ശബ്ദം വളരെ താഴ്ത്തിയാണ് മറുപടി പറഞ്ഞത്. അയാളുടെ നീക്കങ്ങൾ എന്തായിരുന്നു എന്ന് അറിയണം നമുക്ക്. അയാളെ മാത്രം കൊന്നുകളഞ്ഞതുകൊണ്ടായില്ലല്ലോ. ഹൂ ഈസ് ദിസ്? അപ്പുറത്തു നിന്നും കേട്ട റോഡ്രിഗോയുടെ സ്വരത്തിൽ ഞെട്ടൽ പ്രകടമായിരുന്നു. വാൾട്ടറിൽ നിന്നും ഒരു ദീർഘനിശ്വാസമുയർന്നു. വാൾട്ടർ അല്ലേ? റോഡ്രിഗോയുടെ സ്വരം ശാന്തമായിരുന്നു. അതിനർത്ഥം വിൽസനെ നീ... വിൽസണും മിൽട്ടണും എല്ലാം മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞു മിസ്റ്റർ ലൂയിസ്. അടുത്തത് നീ. ജസ്റ്റ് വെയിറ്റ്. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. കുറേ നേരത്തേക്ക് അപ്പുറത്തു നിന്നും സംസാരമുണ്ടായില്ല. കിഴവന്റെ ശ്വാസോച്ഛ്വാസം മാത്രം. ഒടുവിൽ, നിനക്കെന്നെ ഓർമ്മയുണ്ടോ കുഞ്ഞെ? ചെറുപ്പത്തിൽ നീയും മിൽട്ടനും കൂടി ഒരുമിച്ച്... സീരിയസ്ലി? വാൾട്ടറിനത് വിശ്വസിക്കാനായില്ല. ആ ഒരവസ്ഥയിലും
അയാൾ തന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നമുക്കിനി ഭാവി കാര്യങ്ങൾ സംസാരിക്കാം. പെട്ടെന്ന് അയാളുടെ സ്വരം ഗൗരവത്തിലായത് വാൾട്ടർ ശ്രദ്ധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞത് നീ കേട്ടിരുന്നോ? നിന്റെ പുതിയ ബോസ് മിസ്റ്റർ സ്ട്രൈഡർ ഇപ്പോൾ ഇവിടെ എൻ്റെ മുൻപിൽ കിടപ്പുണ്ട്. തലകീഴെ തൂക്കിയിട്ടിരിക്കുകയാണ് പാവത്തിനെ. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താ? ഞാൻ നിനക്ക് അവസാനമായി ഒരു ചാൻസ് കൂടി തരികയാണ് മിസ്റ്റർ ലൂയിസ്. വാൾട്ടർ പല്ലുകൾ ഞെരിച്ചമർത്തി. ആ കുടുംബത്തെ എനിക്ക് തിരിച്ചു വേണം, യാതൊരു അപകടവും കൂടാതെ. എങ്കിൽ മാത്രം ഞാൻ നിനക്കൊരു സെക്കൻഡ് ചാൻസ് തരും. ഇല്ലെങ്കിൽ നീ എന്നെന്തു ചെയ്യും വാൾട്ട്? അപ്പുറത്തുനിന്നും കിഴവൻ്റെ പൊട്ടിച്ചിരി മുഴങ്ങി. ഞാനിപ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് കുഞ്ഞെ. ഇന്നൊരു നല്ല ദിവസമാണ്, തിരക്ക് പിടിച്ചൊരു ദിവസം. എന്നെ ഉപദ്രവിച്ചവരാരും തന്നെ നാളത്തെ പകൽ കാണില്ല, നീയടക്കം. നീ എന്തൊക്കെ ചെയ്താലും ശരി, ഇനി അങ്ങോട്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കൂ. ഒരു കണക്ക് കൂട്ടൽ പിഴച്ചാലും അടുത്തതിൽ നീ കുടുങ്ങുക തന്നെ ചെയ്യും. മിസ്റ്റർ ലൂയിസ്, ഒരു മനുഷ്യൻ എന്തെല്ലാം അനുഭവിക്കാമോ അതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചു കഴിഞ്ഞു ഞാൻ. നിന്റെ മരണത്തെ, നിന്റെ വിധിയെ നീ തന്നെ തേടിച്ചെല്ലുന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ക്ഷമിച്ചും പുറത്തും ബാക്കി വെച്ച് പോകുമ്പോഴും ആസന്നമായ വിധിയെ തേടുന്ന വിഡ്ഢിയാകുന്നല്ലോ മിസ്റ്റർ ലൂയിസ് നിങ്ങൾ. വാൾട്ടറുടെ ഇടംകൈ സ്വയം അറിയാതെ തൻ്റെ തോളിലെ ബാഗിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. അതിനുള്ളിൽ ചണനൂലുകൊണ്ട് ചെയ്ത 2 പാവകളുണ്ടായിരുന്നു. അതിലൊന്നിൻ്റെ കഴുത്തിൽ തൻ്റെ ബലിഷ്ഠമായ മുഷ്ടി അമർത്തിക്കൊണ്ട് അയാൾ ഒരു കടുവയെപ്പോലെ മുരണ്ടു. തോളിലെ മുറിവിൽ നിന്നും രക്തം കുതിച്ചൊഴുകി. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നു മിസ്റ്റർ ലൂയിസ്, ആ കുഞ്ഞിനെ നീ തൊട്ടാൽ... ഓ, ഫോക്സ് അല്ലേ? മിടുക്കനാണവൻ. ഇവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ തൊട്ട് മുൻപിൽ. നിനക്കറിയാമല്ലോ വാൾട്ടർ, ഈ ബിസിനസ്സിൽ നമുക്ക് ലൂസ് എൻഡ്സ് പറ്റില്ല. ഒന്നും ബാക്കി വെക്കാനാവില്ല. യു ആർ എ ഡെഡ് മാൻ മിസ്റ്റർ ലൂയിസ്. വാൾട്ടർ പരിസരം മറന്ന് അലറി. സാർ, അടുത്തു നിന്നിരുന്ന ഒരു ഡോക്ടർ ശബ്ദമുയർത്തി. ഫോൺ കട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. മനസ്സിലായില്ല? വാൾട്ടറുടെ നെറ്റി ചൊളിഞ്ഞു. ടാപ്പ് തുറന്നു വിട്ടിരിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മരിച്ചു പോകും നിങ്ങൾ. തന്നെ കടന്നു പിടിക്കാനാഞ്ഞ അയാളിൽ നിന്നും വാൾട്ടർ കുതറിമാറി. എന്നെ നിങ്ങൾ നോക്കുകയേ വേണ്ട. യു മേക്ക് ഷുവർ മാഗി ഈസ് ഫൈൻ, ഓക്കെ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ അത്യാവശ്യമായി കൂടെ വരൂ. ആദ്യം തന്നെ ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് വേണം. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ. അവളുടെ പേര് മാർഗരറ്റ് ബെൻലി, ഡിറ്റക്റ്റീവ് മാർഗരറ്റ് ബെൻലി, ലൂസിയാന സ്റ്റേറ്റ് പോലീസ്. അത്ര മതി നിങ്ങൾക്ക്, എന്നെ നോക്കണ്ട. അയാൾ തിടുക്കത്തിൽ ട്രക്കിൽ കടന്നിരുന്നു. ഫോൺ വീണ്ടും കാതോട് ചേർത്തു. അപ്പം മാഗിയും രക്ഷപ്പെട്ടു അല്ലേ? കിഴവൻ്റെ സ്വരത്തിൽ നിരാശയായിരുന്നു. നിന്റെ അവസാന ദിവസമാണിത് ചെകുത്താനെ. ഇന്ന് നീയും തീർന്നിരിക്കും. വാൾട്ടർ ലെവിനാണിത് പറയുന്നത്. വാൾട്ടർ ഫോൺ കട്ട് ചെയ്തു. അയാളുടെ മുഖം ചുട്ടുപഴുത്തു തുടങ്ങിയിരുന്നു. തടയാനായി മുന്നോട്ട് വന്ന ഹോസ്പിറ്റൽ ജീവനക്കാർ അയാളുടെ ഭാവം കണ്ട് ഭയന്ന് പിന്മാറി. തീപാറുന്ന കണ്ണുകളോടെ അവൻ ഒരിക്കൽ കൂടി ഒന്ന് പാളി നോക്കിയ ശേഷം അയാൾ വാഹനം റിവേഴ്സ് ഗിയറിലേക്കിട്ടു. ഹോസ്പിറ്റലിന് വെളിയിൽ ഇറങ്ങിയതും അയാൾ വണ്ടി നിർത്തി തൻ്റെ ഷർട്ട് വലിച്ചു കീറി മുറിവിന് കുറുകെ കെട്ടി. ഒരു വന്യമൃഗത്തെപ്പോലെ ചുറ്റും നോക്കിക്കൊണ്ടാണ് അയാളുടെ ഓരോ ചലനങ്ങളും. കെട്ട് നന്നായി വലിച്ചു മുറുക്കിയപ്പോൾ വേദനയ്ക്ക് ഒരൽപ്പം ആശ്വാസം തോന്നി. റോഡിനെതിർവശത്തായി ഒരു ഫോട്ടോ സ്റ്റുഡിയോ ആദ്യമേ അയാൾ ശ്രദ്ധിച്ചിരുന്നു. വലം കൈകൊണ്ട് തൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് വാൾട്ടർ റോഡ് ക്രോസ് ചെയ്തു. എനിക്ക് ഈ ഫോണിൽ നിന്നും ഒരു ഫോട്ടോ പ്രിൻ്റ് എടുക്കണം, അത്യാവശ്യമാണ്. വാൾട്ടർ അതിൻ്റെ പിൻ കവർ തുറന്ന് മെമ്മറി കാർഡ് ഊരിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. തൻ്റെ ഇടം കൈയുടെ വിരലുകൾക്ക് ചലനശേഷി കുറഞ്ഞു വന്നിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. ഞാൻ ഹെൽപ്പ് ചെയ്യാം സാർ. കൗണ്ടറിൽ ഇരുന്ന പെൺകുട്ടിയുടെ സ്വരം വിറച്ചു. രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ് വാൾട്ടർ. ആര് കണ്ടാലും ഭയന്നു പോകുന്ന രൂപം. മെമ്മറി കാർഡ് കമ്പ്യൂട്ടറിലിട്ട് അവൾ ഓരോ ഫോട്ടോകളായി അയാൾക്ക് കാണിച്ചു കൊടുത്തു. സാർ, ആർ യു ഓക്കെ? ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. പ്രശ്നമെന്തെങ്കിലും ഉണ്ടെങ്കിൽ... ഷട്ട് അപ്പ് ആൻഡ് പ്രിന്റ് ദിസ് പിക്ചർ. അയാൾ സ്ക്രീനിലേക്ക് കൈ ചൂണ്ടി മുരണ്ടു. ചെറിയ സൈസ് മതി, പാസ്പോർട്ട് സൈസ്. മുഖം മാത്രമായാലും മതി. ആ പെൺകുട്ടിയുടെ ശരീരം ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വാൾട്ടർ അവളെ കസേരയോടെ തള്ളി മാറ്റിയിരുത്തി പ്രിന്റ് കൊടുത്തു. പ്രിന്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ വാൾട്ടർ പോക്കറ്റിൽ നിന്ന് തൻ്റെ പിസ്റ്റൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഏയ്, എന്താ നിന്റെ പേര്? കാരോലിൻ. ആ പെൺകുട്ടി വിക്കി. ഓക്കെ കാരോലിൻ, പേടിക്കണ്ട. ഇത് കണ്ടോ? അയാൾ ബാഡ്ജ് കാണിച്ചു കൊടുത്തു. ഞാനൊരു പോലീസ് ഓഫീസറാണ്. അപ്പോഴേക്കും പ്രിന്റിംഗ് കഴിഞ്ഞിരുന്നു.
വാൾട്ടർ പേഴ്സിൽ നിന്നും ഏതാനും നോട്ടുകളെടുത്ത് അവളുടെ ഡെസ്കിന് മുകളിലിട്ടു. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എനിക്ക് നിങ്ങളുടെ ബാത്റൂം ഒന്ന് ഉപയോഗിക്കാമോ? അവൾ തല കുലുക്കിക്കൊണ്ട് ബാത്റൂം ചൂണ്ടിക്കാട്ടി. ഗുഡ് ഗേൾ. അയാൾ തിടുക്കത്തിൽ പ്രിന്ററിൽ നിന്നും ആ ഫോട്ടോ വലിച്ചു കീറിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. റോഡ്രിഗോ ലൂയിസിന്റെ അലർച്ചയിൽ ആ ഫാക്ടറി പ്രകമ്പനം കൊണ്ടു. പച്ചയ്ക്ക് നിന്ന് കത്തുകയാണ് അയാൾ. ആദ്യം പുകഞ്ഞുകൊണ്ടിരുന്ന കാലുകൾ അധികം താമസിയാതെ തന്നെ ആളിക്കത്താൻ ആരംഭിച്ചു. അതോടെ അയാൾ ഉച്ചത്തിൽ അലറി നിലവിളിച്ചുകൊണ്ട് ആ മുറിയിലാകെ തലങ്ങും വിലങ്ങും ഓടി. കാലുകൾ കുത്തുന്നിടത്തെല്ലാം തീ ആളിപ്പടർന്നു. ഭീകരമായ ആ കാഴ്ച കണ്ണിൽപ്പെടാതെ ഫോക്സ് പപ്പയുടെ മടിയിലേക്ക് മുഖം ചേർത്ത് കളഞ്ഞു. പച്ച മാംസം വെന്തുകരിയുന്ന രൂക്ഷഗന്ധം അവിടെ ആകെ നിറഞ്ഞു. പക്ഷേ അത് അധിക സമയം നീണ്ടു നിന്നില്ല. മേശമേൽ തട്ടി അയാൾ മലർന്നടിച്ച് വീണുപോയി. പിടഞ്ഞെണീക്കാനുള്ള ശ്രമത്തിനിടെ അയാൾ മേശമേൽ അള്ളിപ്പിടിച്ചു. അത് കൂടുതൽ അപകടമായി. ആ മനുഷ്യന്റെ ഭാരം താങ്ങാനാകാതെ മേശ ചരിഞ്ഞ് അയാളുടെ മേലിലേക്ക് വീണു. ഇടതുവശത്തെ വാരിയെല്ലുകൾ തകർത്തുകൊണ്ട്. അതോടെ തീ നിലച്ചു. എല്ലാം പതിയെ ശാന്തമായി. റോഡ്രിഗോയുടെ ഞരക്കങ്ങൾ മാത്രം അവശേഷിച്ചു. അപ്പോഴേക്കും ഫോക്സ് പപ്പയെ സ്വതന്ത്രനാക്കിയിരുന്നു. റസൽ എഴുന്നേറ്റ് നിന്നെങ്കിലും ആകെ സ്തംഭനാവസ്ഥയിലായിരുന്നു. എന്താണ് ഉണ്ടായതെന്ന് അയാൾക്ക് ഊഹിക്കാൻ പോലും ആയില്ല. സ്പോണ്ടേനിയസ് ഹ്യൂമൻ കമ്പസ്റ്റൻ SHC എന്നൊരു പ്രതിഭാസത്തെക്കുറിച്ച് അയാൾ കേട്ടിട്ടുണ്ട്. നിന്ന നിൽപ്പിൽ ആളുകൾ അഗ്നികിരയാവുന്ന അവസ്ഥ. ഒരു വിചിത്ര പ്രതിഭാസമാണത്. അതുപോലെന്തോ ആയിരിക്കണം ഇവിടെ സംഭവിച്ചിരിക്കുകയെന്ന് അയാൾ ചിന്തിച്ച് എടുത്തു. അദ്ദേഹത്തിനും ശരീരം ഇടിച്ചു നുറുക്കിയ പോലുള്ള വേദനയുണ്ടായിരുന്നു. വേച്ച് പുറത്തേക്ക് നടന്നപ്പോൾ പുറകിൽ നിന്ന് ദീനമായൊരു നിലവിളി കേട്ടു. കണ്ണുകൾ ഇറുക്കി അടച്ച് തുറന്നുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നിന്നു. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തുതന്നെ ആയിരുന്നാലും നീ അർഹിച്ചത് തന്നെയാണിത് മിസ്റ്റർ ലൂയിസ്. സ്ട്രൈഡർ പല്ലുഞെരിച്ചു. മറുപടിയായി വെന്തുരുകി അസ്ഥികൾ പുറത്തേക്ക് വന്ന കാലുകൾ ഒന്ന് വിറയ്ക്കുക മാത്രം ചെയ്തു. ഒരു പ്രാവശ്യം കൂടി ഉപേക്ഷിച്ച് തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ സ്ട്രൈഡർ അതിനാകാതെ തിരിച്ചു നടന്ന് ആ മേശയിൽ പിടിച്ച് പതിയെ നിവർത്തിവെക്കാൻ ആരംഭിച്ചു. നോക്കി നിൽക്കാതെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അയാൾ മുറിയുടെ മൂലയിൽ അന്തം വിട്ട് നിന്നിരുന്ന ലൂയിസിന്റെ സഹായിയെ നോക്കി ആക്രോശിച്ചു. എന്നാൽ ആ മനുഷ്യൻ ഞെട്ടിയുണർന്ന പോലെ റോഡ്രിഗോയെ ഒന്നുകൂടി നോക്കി ജീവനും കൊണ്ട് ഇറങ്ങി ഓടുകയാണുണ്ടായത്. റസൽ ഒറ്റയ്ക്ക് വളരെ ബദ്ധപ്പെട്ട് ആ മേശ നിവർത്തിവെച്ച് റോഡ്രിഗോയെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി. അസഹനീയമായ വേദന ലൂയിസിനെ ഒരു ന്യൂറോജനിക് ഷോക്കിലേക്ക് എത്തിച്ചിരുന്നു. BP വല്ലാതെ കുറഞ്ഞ് പൾസൊക്കെ ഏതാണ്ട് നിലച്ച അവസ്ഥയിലായിരുന്നു. ആ ശരീരം താങ്ങി തോളിലിട്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ സ്ട്രൈഡർ വേദന കൊണ്ട് മുരണ്ടു. വെളിയിലെത്തിയതും അമ്പരം നിൽക്കുന്ന പണിക്കാരെ നോക്കി അയാൾ അലറി, കോൾ 911. മുറിയിൽ അങ്ങിങ്ങായി നിന്നിരുന്ന പണിക്കാർ സ്തംഭിച്ചു നിന്നതേയുള്ളൂ. കമോൺ! അലറിക്കൊണ്ട് മുൻപോട്ടാഞ്ഞ സ്ട്രൈഡർ അടിതെറ്റി നിലത്തേക്ക് വീണു. അപ്പോൾ മെയിൻ ഡോർ തള്ളി തുറന്ന് ഒരാൾ അകത്തേക്ക് പ്രവേശിച്ചു. കൺകോണിലൂടെ ആ മൊട്ടത്തലേനെ കണ്ടതും സ്ട്രൈഡർക്ക് മനസ്സിലായി, സ്റ്റീവൻ. അയാളോടൊപ്പം 3-4 പേരുമുണ്ടായിരുന്നു. സ്ട്രൈഡറുടെ തോളിൽ കിടക്കുന്നയാളെ തിരിച്ചറിഞ്ഞതും സ്റ്റീവൻ ജാഗരൂകനായി. മിസ്റ്റർ ലൂയിസിനെന്ത് പറ്റി? ഒരു ആംബുലൻസ് വിളിക്കൂ. ഇയാൾ ഇപ്പോൾ തന്നെ. എന്തു പറ്റിയെന്നാണ് ഞാൻ ചോദിച്ചത്. അയാൾ തിടുക്കത്തിൽ മുൻപോട്ട് വന്ന് ലൂയിസിന്റെ ശരീരം പിടിച്ച് താഴേക്ക് കിടത്തി. എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്? അയാൾ നിന്ന നിൽപ്പിൽ തന്നെ സ്ട്രൈഡറെ രൂക്ഷമായി നോക്കി. നിങ്ങൾ എന്താണ് ഇദ്ദേഹത്തെ ചെയ്തത്? എനിക്കറിയില്ല സുഹൃത്തെ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ഞാനതെങ്ങനെ വിവരിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ വിശ്വസിക്കില്ല. എന്തു തന്നെ ആയിക്കോട്ടെ, നിനക്കിനി ഇയാളെ ജീവനോടെ വേണമെങ്കിൽ കോൾ ആൻ ആംബുലൻസ്. ഇദ്ദേഹത്തിന് സ്വയം തീ പിടിച്ചു അല്ലേ? സ്റ്റീവന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. യെസ്. സ്ട്രൈഡർ സംശയത്തോടെ അയാളെ നോക്കി. സ്റ്റീവനിൽ നിന്നും ഒരു ദീർഘനിശ്വാസമുയർന്നു. ലീവ് ഹിം മിസ്റ്റർ സ്ട്രൈഡർ. എല്ലാം കഴിഞ്ഞു. നിങ്ങളും കുഞ്ഞും രക്ഷപ്പെട്ടോളൂ. മനസ്സിലായില്ല? എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് രണ്ടാളും രക്ഷപ്പെട്ടു. ഇത് ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ തടുക്കാൻ പറ്റുന്ന കാര്യമില്ല. മിസ്റ്റർ റോഡ്രിഗോ ലൂയിസ് മരിച്ചതായി കണക്കാക്കിക്കൊള്ളൂ. സ്റ്റീവന്റെ തല താഴ്ന്നിരുന്നു. ഇത്രയും വർഷം അയാൾ ഈ ലെവിൻ ഫാമിലിയുടെ പുറകെ നടന്നിട്ടും അയാൾക്കിത് മനസ്സിലായില്ല എന്നെനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്തൊരു വിഡ്ഢിയാണ് ഈ മനുഷ്യൻ. വാട്ട് ഡു യു മീൻ മാൻ? നെറ്റിയിലെ മുറിവിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം സ്ട്രൈഡറുടെ കണ്ണുകളിലേക്ക് പടർന്നു. സ്റ്റീവ് എന്തിനെയാണ് ഇത്രയും ഭയപ്പെടുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ലുക്ക് സ്റ്റീവ്, ഞാനൊരു ഫെഡറൽ ഓഫീസറാണ്.
ഒരാളെ ഇങ്ങനെ മരിക്കാൻ വിട്ടിട്ട് എനിക്ക് സ്വന്തം കാര്യം നോക്കി പോകാനാവില്ല. ഇത് വൂഡു ആണ് മിസ്റ്റർ സ്ട്രൈഡർ. ഏത് ആംബുലൻസ്, ഏത് ഹോസ്പിറ്റലിലാണ് ഇതിനുള്ള ചികിത്സയുള്ളത്? സ്റ്റീവ് തന്റെ മൊട്ടത്തലയിൽ അമർത്തി തിരുമ്മിക്കൊണ്ട് റോഡ്രിഗോയുടെ ചുറ്റും നടന്നു. ഇന്നത്തോടെ എല്ലാം തീർന്നു. നിങ്ങൾ പൊയ്ക്കോളൂ. പോലീസോ പട്ടാളമോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവന്നോളൂ. ഞങ്ങൾ കീഴടങ്ങുകയാണ്. റോഡ്രിഗോയുടെ ശരീരം കുലുങ്ങി വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. വായിലൂടെ രക്തത്തോടൊപ്പം നുരയും പതയും ഒഴുകി. ഹീസ് ഇൻ ഷോക്ക്. ഗെറ്റ് ഔട്ട് മിസ്റ്റർ സ്ട്രൈഡർ. സ്റ്റീവ് ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി. അപ്പോൾ അവർക്ക് പുറകിലായി മുകളിൽ ബാൽക്കണിയിൽ ഒരു നിഴൽ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് നടക്കാനാഞ്ഞ സ്ട്രൈഡറുടെ കൺകോളിൽ എവിടെയോ ആ നിഴൽ പതിഞ്ഞിരിക്കണം. അയാൾ ഞെട്ടി മുകളിലേക്ക് നോക്കി. ഇരുട്ടിൽ തിളങ്ങുന്ന ഒരു തോക്കിൻ കുടലിന്റെ അഗ്രം. ഫോക്സ്! അലറിക്കൊണ്ട് സ്ട്രൈഡർ തന്റെ ശരീരം കൊണ്ട് മകനെ പൊതിഞ്ഞു പിടിച്ചു. തുടരെ തുടരെ വെടിപൊട്ടി. വായുവിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന ബുള്ളറ്റുകളിൽ പലതും തന്റെ ശരീരത്തിൽ തറയ്ക്കുന്നുണ്ടെന്ന് സ്ട്രൈഡർ മനസ്സിലാക്കി. പക്ഷേ അദ്ദേഹം ആ അവസ്ഥയിലും തന്റെ മകനെ മാറോട് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ തോക്കിന്റെ മാഗസിൻ കാലിയായതും സ്റ്റീവ് തിരിച്ചു വെടിവെക്കാൻ ആരംഭിച്ചു. പക്ഷേ ബാൽക്കണി ശൂന്യമായിരുന്നു. സ്റ്റീവ് നിവർന്നു നിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് തന്റെ കാൽമുട്ടുകളിൽ വെടിയേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് നിൽക്കാനാകുന്നില്ല. ആ കിടന്ന കിടപ്പിൽ തന്നെ അയാൾ ആ മുറിയുടെ ഓരോ മൂലയും ലക്ഷ്യമാക്കി നിറയൊഴിച്ചു. അയാളുടെ കൂടെ വന്നിരുന്നവരെല്ലാം തന്നെ വീണിരുന്നു. മിൽട്ടൺ! സ്റ്റീവ് ഉറക്കെ അലറി. ധൈര്യമുണ്ടെങ്കിൽ നേർക്കുനേരെ വാ. ആ നിമിഷം തന്നെ സ്റ്റീവന്റെ വായിലൂടെ ഒരു ബുള്ളറ്റ് കടന്നുപോയി. പുറകിൽ നിന്നും തലയോട്ടയുടെ ഒരു വലിയ കഷ്ണം തെറിച്ചു പോകുന്നത് കണ്ടു. ഹാ 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 ഹാ! ഇരുട്ടിൽ നിന്നും മിൽട്ടന്റെ ഭ്രാന്തമായ പൊട്ടിച്ചേരി ആ മുറിയിലാകെ പ്രതിധ്വനിച്ചു. അപ്പോഴേക്കും സ്ട്രൈഡർ വാതിൽക്കലെത്തിയിരുന്നു. ഫോക്സ്, എന്തൊക്കെ സംഭവിച്ചാലും തിരിഞ്ഞു നോക്കരുത്. ജസ്റ്റ് ഗോ! അലറിക്കൊണ്ട് അദ്ദേഹം കുഞ്ഞിനെ പുറത്തെ ഇരുട്ടിലേക്ക് തള്ളിയിട്ട് വാതിൽ ചാരി. പപ്പാ! പുറത്തുനിന്ന് ഫോക്സിന്റെ അലറിയുള്ള കരച്ചിൽ കേൾക്കാമായിരുന്നു. മിസ്റ്റർ സ്ട്രൈഡർ! അധികം താമസിയാതെ തന്നെ മിൽട്ടന്റെ നിശ്വാസം തന്റെ കാതുകളിൽ അനുഭവിച്ചു അദ്ദേഹം. ഡോണ്ട് വറി, ഞാൻ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. അത്ര ഹൃദയമില്ലാത്തവനല്ല ഞാൻ. വീണ്ടും ആ ഭ്രാന്തൻ ചിരി. പക്ഷേ നിങ്ങളെ ഞാൻ ജീവനോടെ വിടില്ല. കാരണം എനിക്കെല്ലാം തിരിച്ചു പിടിക്കണം. എൻ്റെ അപ്പൻ എന്ന് പറയുന്ന ആ ചെകുത്താൻ എന്നിൽ നിന്നും എന്തൊക്കെ എടുത്തു മാറ്റാൻ നോക്കിയോ അതെല്ലാം എനിക്ക് തിരിച്ചു വേണം. ഈ കാണുന്നതെല്ലാം എൻ്റെ ഒരാളുടെ അധ്വാനമാണ്. എനിക്ക് തിരിച്ചു വരണം. അതിന് നിങ്ങൾ എനിക്കൊരു തടസ്സമാണ്. സോറി, നീ മുറിവേറ്റ സിംഹമാണ് സ്ട്രൈഡർ. നിന്നെ ഞാൻ ബാക്കി വെച്ചാൽ പകയോടെ നീ എന്നെ തേടി വരും. അങ്ങനെയൊരു മണ്ടത്തരം ചെയ്താൽ ഈ മിൽട്ടൺ ചരിത്രം കണ്ട ഏറ്റവും വലിയ വിഡ്ഢിയായി പോകില്ലേ? എൻ്റെ വഴിയിൽ ഇനി എനിക്കൊരു തടസ്സമാകാൻ നീ വേണ്ട സ്ട്രൈഡർ. നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെയും ഉടൻ തന്നെ നിന്റെ കൂട്ടിന് ഞാൻ പറഞ്ഞു വിടുന്നുണ്ട്. മിൽട്ടൺ വെളിച്ചത്തേക്ക് മാറി നിന്നപ്പോഴാണ് സ്ട്രൈഡർ അത് ശ്രദ്ധിക്കുന്നത്. അവന്റെ ഇടം കൈ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. ഷർട്ട് നെഞ്ചിനു കുറുകെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇടതുഭാഗത്തായി വെളുത്ത നിറത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അവന്റെ വാരിയെല്ലുകളാണ്. ആ അവസ്ഥയിലും അവന് അസാധാരണമായ കരുത്തുണ്ടായിരുന്നു. സ്ട്രൈഡറെ വലിച്ചഴിച്ച് അവൻ റോഡ്രിഗോയുടെ അടുത്ത് കിടത്തി. എന്നിട്ട് കാൽ വെച്ച് റോഡ്രിഗോയുടെ മുകളിൽ അയാൾക്ക് അഭിമുഖമായി നിലയുറപ്പിച്ചു. ആ ശരീരത്തിൽ അപ്പോഴും ഒരൽപ്പം ജീവൻ അവശേഷിച്ചിരുന്നു. മിൽട്ടൺ കുനിഞ്ഞ് വൃദ്ധന്റെ ചുണ്ടുകളിൽ വിരൽ ചേർത്തു. ഇനി നിങ്ങൾ ആ പേര് വിളിക്കരുത്. പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലാൻ തന്നെയാ ഞാനും വന്നത്. പക്ഷേ അപ്പോഴേക്കും സാരമില്ല. എന്തായാലും ഈ ജീവനെടുക്കുന്നത് ഞാനായിരിക്കണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. അത് മതി എനിക്ക്. ഒന്നുമില്ലെങ്കിലും ഒരു പട്ടിയെപ്പോലെ എന്നെ വളർത്തി ഇത്രയുമൊക്കെ ആക്കിയതല്ലേ. തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാതെ തെരുവിലേക്ക് എറിഞ്ഞ് എന്നെ വളർത്തി ഇത്രയും ആക്കിയതിൻ്റെ നന്ദി. അത് ഒരു ബുള്ളറ്റിന്റെ രൂപത്തിൽ തിരിച്ചു തരാനേ എനിക്ക് പറ്റൂ. ഈ തന്തയില്ലാത്തവൻ നിനക്ക് തരുന്ന സമ്മാനം. വെടിപൊട്ടി. ആഘാതത്തിൽ മിൽട്ടനും പുറകോട്ട് മലർന്നടിച്ചു വീണു. വേദനയാൽ അയാൾ അലറിക്കരഞ്ഞുപോയി. വാട്ട് എഫ് ലൈഫ്! കുറേയേറെ നേരം അയാൾ ആ കിടപ്പ് കിടന്നു. ഒടുവിൽ സാവധാനം എഴുന്നേറ്റ് വേദന കടിച്ചമർത്തി മുട്ടിലിഴഞ്ഞ് സ്ട്രൈഡറുടെ കഴുത്തിൽ 2 വിരലുകൾ അമർത്തി. പൾസ് നിലച്ചിരിക്കുന്നു. ഗുഡ് ബൈ മിസ്റ്റർ സ്ട്രൈഡർ. ഒരുപക്ഷെ മറ്റൊരു ലോകത്ത് മറ്റൊരവസ്ഥയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാനായേക്കും. അയാൾ പതിയെ മന്ത്രിച്ചു. പതിയെ ഭയപ്പാടോടെ അടുത്തു വരുന്ന പണിക്കാരെ നോക്കി അയാൾ ചിരിച്ചു. ഇതൊരവസാനമല്ല. ആരും പേടിക്കേണ്ട. നമ്മളിനി തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. ഇനി അങ്ങോട്ട് ക്രൂരനായ
മനുഷ്യപ്പറ്റില്ലാത്ത റോഡ്രിഗോ ലൂയിസ് അല്ല നിങ്ങളുടെ ബോസ്. നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. പോലീസ്, DEA, FBI എല്ലാവരും വരട്ടെ. നമുക്ക് കളി എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. അയാളുടെ ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുകയാണ് ജോലിക്കാർ. അവർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു മിൽട്ടൺ. 2 കാര്യങ്ങളാണുള്ളത്. പ്ലീസ് കോൾ ഡോക്ടർ ബോഗ്ദാൻ. അയാളോട് ഉടനടി ഇവിടെ എത്താൻ പറയണം. അയാൾ ഈ ബോഡികളൊക്കെ കൈകാര്യം ചെയ്തോളും. പക്ഷേ അതിനേക്കാൾ അത്യാവശ്യമായി പുറത്ത് മിസ്റ്റർ സ്ട്രൈഡറുടെ മകനുണ്ട്. ആ കുട്ടിയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കണം. കണ്ണു കെട്ടിക്കോളൂ, 8 വയസ്സുകാരനല്ലേ, സ്മാർട്ടായിരിക്കും. അത്രയും പറഞ്ഞപ്പോഴേക്കും തളർന്നു വീണ മിൽട്ടനെ അവർ എടുത്തുയർത്തി റോഡ്രിഗോയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി.